ഷോക്കടിപ്പിച്ചും അടിച്ചും ഇടിച്ചും കൊന്നും ഇത്രയും ക്രൂരമായിട്ടാണ് ഇവർ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇവർ വളർന്നൊരു ഒസാമ ബിൻ ലാദൻ അകത്തില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു യഹിയാ സിൻവാർ അകത്തില്ലെന്നാണോ വിചാരിക്കുന്നത്? ഇവൻ ഓതി കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നില്ല. കുഞ്ഞുങ്ങൾ അവൻ പറഞ്ഞതുപോലെ പറയായിട്ട് ഇവൻ അടുത്തത് ആ പൈതൽ 5 വയസ്സ് കുഞ്ഞിനുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതിനെ അടിക്കുന്നത് മുഖത്താണ്, അടുത്ത അടി അടിക്കുന്നത് തലയ്ക്കാണ്. ഇങ്ങനെ ഈ കുഞ്ഞിനെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ. ഒടുവില് ഇവൻ ഈ കുഞ്ഞിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുവാണ് ഒരു മുറിക്കകത്തേക്ക്. ഇവർക്കിടയിലുള്ള ആളുകൾ തന്നെയുണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്നും മറ്റുള്ളവർ മനസ്സിലാക്കണം, കാണണം, അറിയണം, പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര്. അവരിത് വീഡിയോ പിടിച്ച് പുറം ലോകത്തെ കാണിക്കുവാണ്. ഇവർക്ക് ഏത് രൂപത്തിലുള്ള വെളിവുണ്ടാകും. എന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് അട്ടിക്കുക. നമ്മളെല്ലാം ബെഡ്ഷീറ്റൊക്കെ എടുത്ത് നനകല്ലിൽ വെച്ച് അട്ടിക്കുന്നത് പോലെ ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കുട്ടി എങ്ങനെയാകുമെന്ന. ഇവരാണോ ബോധവൽക്കരണം നടത്തുന്ന കാരുണ്യത്തിന്റെ വക്താക്കൾ? ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോസുമായിട്ട് കുറച്ച് താത്താമാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കള്ളു കുടിക്കുന്ന താത്താമാരെ നമ്മൾ കണ്ടു, കഞ്ചാവ് അടിക്കുന്ന താത്താമാരെ നമ്മൾ കണ്ടു, ചീട്ട് കളിക്കുന്ന താത്താമാരെ നമ്മൾ കണ്ടു, വേശ്യാലയം നടത്തുന്ന താത്താമാരെ നമ്മൾ കണ്ടു. ഇപ്പോൾ വിദ്യാഭ്യാസത്തിനു വേണ്ടി പരസ്യം ചെയ്യുന്ന താത്താടെ കോലം നിങ്ങൾ കണ്ടോ? ഒന്നും പറയണ്ട കേട്ടോ, വല്ലാത്ത ജാതി ടീംസാണ് ഇവര്. കോഴിക്കോട് ക്യാമ്പസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. ബിക്കോസ് ഇവിടെ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും നല്ല ഇസ്ലാമിക് എഡ്യൂക്കേഷൻ വിത്ത് ദ ബെസ്റ്റ് അക്കാഡമിക് എഡ്യൂക്കേഷൻ ആണ്. കുട്ടികൾക്ക് നല്ല ഒരു ദീനി തർബിയത്തോടു കൂടി ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ദുനിയാവിനോടൊപ്പം തന്നെ നല്ലൊരു ആഖിറത്തും കൂടി ഉണ്ടാവാനുള്ള ഒരു ട്രെയിനിങ് ആണ് ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അഡ്മിഷൻ എവിടെ എടുക്കും എന്ന കാര്യത്തിൽ ചിലപ്പോ സെൽഫി ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതിന്റെ കോലം നിങ്ങളൊന്ന് നോക്കിക്കേ. പാരന്റ്സ് ആരും കൺഫ്യൂഷൻ ആവണ്ട. ഇത് നോക്കിയേ, ഒരു കണ്ണടയും കൂടി വെച്ചത് കൊണ്ട് കുഴപ്പമില്ലാട്ടോ, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? പരസ്യമാണ്, ഹലാൽ പരസ്യങ്ങൾ. അതെന്താ, മുസ്ലിം സ്ത്രീകൾക്ക് അതൊക്കെ ചെയ്യാൻ ഇവിടെ സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ ഉണ്ട്. നിങ്ങൾ ഇത്തരം പരസ്യങ്ങളൊക്കെ നിരന്തരം ചെയ്യണം. അപ്പോൾ സൗദിയിൽ നിന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വലിച്ചെറിയുന്ന ഇസ്ലാമിക സംസ്കാരം വാരി പെറുക്കി കൊണ്ടുവരുന്ന പ്രവാസി മലയാളികൾ. അപ്പോൾ നമ്മൾ പറഞ്ഞിടത്ത് തന്നെ ചെന്ന് നിന്നല്ലോ. ശരി, അദ്ദേഹം പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ പണ്ടൊക്കെ സത്യത്തിൽ നാട്ടിലൊക്കെ ഒരു പള്ളിയേ ഉള്ളൂ, ഒറ്റ പള്ളിയുള്ളൂ. പണ്ടൊക്കെ നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ പർദ്ദയൊന്നും ഇടത്തില്ല. ഇപ്പൊ എന്റെ വ്യക്തിപരമായി ഞാൻ പറയാം, എന്റെ ഉപ്പുപ്പ ഒരു ഉസ്താദായിരുന്നു, ഉള്ളി ഖുർആൻ പണ്ഡിതനായിരുന്നു, ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്റെ ഉമ്മുമ്മ പർദ്ദയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പർദ്ദ ഇടാതെയാണ് മരിച്ചുപോയത്. എന്റെ ഉമ്മമ്മയുടെ മിക്കവാറും മക്കളൊന്നും പർദ്ദ ഇട്ടിട്ടില്ല. പക്ഷെ ഇന്നിപ്പോ അങ്ങനല്ല സ്ഥിതി. പർദ്ദ ഇല്ലാത്തവരെ കണ്ടുപിടിക്കാനാണ് വലിയ പാട്. അപ്പൊ ഇവിടെ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡ് വന്നല്ലോ. ജെൻഡർ ന്യൂട്രൽ ഡ്രസ്, ഞാൻ പർദ്ദ ഇടുന്നവരെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല കേട്ടോ, എന്റെ അനുഭവം ഞാൻ പറയാം, അതും പറയണമല്ലോ. ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡിനെ കുറിച്ച് വലിയ ഡിസ്കഷൻ വന്നു. അപ്പൊ ഞങ്ങൾ കഅബയിൽ പോയ സമയത്തായിരുന്നു. കഅബയിൽ പോയ സമയത്ത് എനിക്ക് ആരാ വന്ന കുരു പൊട്ടിച്ചത്? ഫാസിലായോ? ഇസ്ലാം അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യമായ മതമാണ്. അതിൽ നീ എന്തിനാണ് ഇങ്ങനെ വാദം പറയുന്നത്? ജാമിദ, ഞാൻ എന്ത് വാദമാണ് പറഞ്ഞത്? പടച്ചോന്റെ പക്കൽ സ്വീകാര്യയോഗ്യ മതം ഇസ്ലാം ആണെങ്കിൽ പടച്ചോൻ അങ്ങ് മുസ്ലിം പടച്ചോനായിക്കോട്ടെ. നിങ്ങളൊക്കെ അങ്ങ് മുസ്ലിം ആയിട്ട് അങ്ങ് മുന്നോട്ട് വെക്കോ. ഞാൻ മുസ്ലിം അല്ല, എനിക്ക് ഇസ്ലാം മതത്തിൽ വിശ്വാസവുമില്ല. അതിനെ വിമർശിക്കാൻ ഈ ജനാധിപത്യ രാജ്യത്ത് എനിക്ക് സ്വാതന്ത്ര്യവുമുണ്ട്. നീ എന്തിനാണ് കുരു പൊട്ടിക്കുന്നത്? നിനക്ക് ഞാൻ വിമർശിക്കുന്നത് കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇറങ്ങിപ്പോവച്ചേ. കൊച്ചാണെങ്കിലും ചെറുക്കനാണെങ്കിലും തന്തയാണെങ്കിലും തള്ളയാണെങ്കിലും നീ ഇറങ്ങിപ്പോയിക്കോ. എനിക്ക് വിമർശിക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ നീ ആരാണ്? അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യ മതമായ ഇസ്ലാമാണ്. ഈ പറയുന്നത് മുസ്ലിമാണ്. ഇദ്ദേഹം പറയുന്ന ഇതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഉണ്ടോ? വല്ല വെളിവും വെള്ളിയാഴ്ചയും ഉണ്ടോ പിള്ളേരെ നിനക്കൊക്കെ? വലിയ പാട്. അപ്പൊ ഇവിടെ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡ് വന്നല്ലോ. ജെൻഡർ ന്യൂട്രൽ ഡ്രസ്, ഞാൻ പർദ്ദ ഇടുന്നവരെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല കേട്ടോ, എന്റെ അനുഭവം ഞാൻ പറയാം, അതും പറയണമല്ലോ. ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡിനെ കുറിച്ച് വലിയ ഡിസ്കഷൻ വന്നു.
ഇപ്പൊ ഞങ്ങൾ കഅബയിൽ പോയ സമയത്തായിരുന്നു. കഅബയിൽ പോയ സമയത്ത് കേൾക്കണം കേട്ടോ. കഅബയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടല്ലോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവിടത്തെ സെക്യൂരിറ്റി ജീവനക്കാർ, പോലീസുകാർ ഒരേ വേഷമാണ് ധരിച്ചിരിക്കുന്നത്. അവിടെ പോയിട്ട് ആണ് പെണ്ണിന്റെ വേഷം ധരിക്കരുത്, പെണ്ണാണിന്റെ വേഷം ധരിക്കരുത്, അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ ഒരു പ്രഭാഷണമൊക്കെ നടത്തിക്കൂടായിരുന്നു? വേദി കിട്ടത്തില്ല അല്ലേ? ശരി. ഈ വരുന്ന ഒരു പുരോഹിതൻ പറയുന്നുണ്ട്, ഇതാണ് വിശിഷ്ടമായ വസ്ത്രം, ഇത് ധരിച്ചാലേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. കുറെ എണ്ണം നാട്ടിൽ അവിടെ കേരളത്തിൽ കിടപ്പുണ്ട്, അവിടെ ജെൻഡർ ന്യൂട്രൽ എന്ന് ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഇങ്ങനെ കേറുമ്പോ എന്റെ ഒരു ഈ വൈഫ് എന്ന് പറയാനും പാടില്ലാതെ ചട്ടമ്പി സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഭാര്യയാന്ന് പറയാൻ ചെയ്തത്, പങ്കാളി ചെയ്തത്. ഷീസ് മൈ പാർട്ട്ണർ. അപ്പൊ അവൾ എന്നോട് ഇത് നോക്ക്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴുണ്ട് അവിടെ ഒരു ലേഡി നിൽപ്പുണ്ട്. കഅബയുടെ ഒരു 50 മീറ്റർ പുറത്താണ്. അവിടുത്തെ ലേഡി പോലീസ് സ്റ്റാഫാണേ, നല്ല ജീൻസ് മറ്റേ പാൻസ് ഒക്കെ ഇട്ടിട്ട് പർദ്ദയൊന്നും ഇട്ടിട്ടില്ല. ഇതേ ഡ്രസ് കോഡാണ് അവിടുത്തെ പുരുഷ പോലീസിനും. അപ്പൊ അവിടെ മാറിക്കൊണ്ടിരിക്കുക. ഒരു സോഫിയക്ക് അവിടെ പൗരത്വം കൊടുത്തോണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവിടെ നിന്ന് ഉപേക്ഷിച്ച സാധനം സെക്കൻഡ് ആയിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ അത് വാരിയിട്ടുകൊണ്ട് നടക്കും. ആ സൗദി അറേബ്യയുടെ മാറ്റം വിപ്ലവകരമാണ്. സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം. ബുക്ക് സ്റ്റോളുകൾ തുറന്ന് ശശി തരൂരിന്റെ പുസ്തകം വായിക്കാൻ പറ്റുന്നു, അവിടെ ഗാന്ധിയുടെ പുസ്തകം വാട്ട് ഈസ് എത്തീസം എന്നുള്ളത് പുസ്തകം അവിടെ വായിക്കാൻ പറ്റും. ഇവിടെ അത് നിരോധിക്കുകയും സാഹിത്യത്തിനെതിരെ. ഇവിടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ സ്പെഷ്യൽ ഡിനോമിനേഷൻ ഫോം ചെയ്തുകൊണ്ടിരിക്കും. വാട്ട് ഈസ് സ്പെഷ്യൽ ഡിനോമിനേഷൻ? അത് ശബരിമല സംവാദം നടക്കുന്ന സമയത്ത് അയ്യപ്പ സേവാ സമിതി സുപ്രീം കോടതിയിൽ പോയ കേസിൽ അവർ പറഞ്ഞത്, ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ സ്പെഷ്യൽ ഡിനോമിനേഷനായി പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാത്തലിക്, CSI പോലെയുള്ളവ സ്പെഷ്യൽ ഡിനോമിനേഷനാണ്. CSIയുടെ വിഷയത്തിൽ ലാറ്റിൻ കാത്തലിക് ഇടപെടില്ല, ഞങ്ങളെ സ്പെഷ്യൽ ഡിനോമിനേഷനായി പരിഗണിക്കണം. സുപ്രീം കോടതി പറഞ്ഞാൽ അത് പറ്റില്ല. അയ്യപ്പ സേവ ഒരു പ്രത്യേക മതമല്ല, അതിൽ എല്ലാ മതത്തിനും വരാൻ പറ്റും. ആക്ച്വലി ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരിണാമം എന്നാൽ ഇത് സ്പെഷ്യൽ ഡിനോമിനേഷനായി മാറിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സെക്ട് വേറൊരു സെക്ടിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കത്തില്ല. ഉറപ്പാ, ഞാൻ അനുഭവത്തിനകത്തെന്ന് പറയാം. ചില സാധനങ്ങൾ വീട്ടിനകത്തോട് കയറി വന്നാലുണ്ടല്ലോ, വീടിനകത്തുള്ള സമാധാന അന്തരീക്ഷം തന്നെ തകർന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പത്രം തന്നെയുണ്ട്. അതിൽ ഒരു പുള്ളിക്കാരനാണ് ഇരുന്ന് ചാനലിൽ പറഞ്ഞത്, ഒസാമ ബിൻ ലാദൻ ഈസ് ഈക്വൽ ടു ഭഗത് സിംഗ്. ആക്ച്വലി ഒസാമ ബിൻ ലാദൻ അല്ല, ഒസാമ ബിൻ അമേരിക്ക എന്നാണ് പറയേണ്ടത്. ഈ ലാദൻ ഉണ്ടാക്കിയെടുത്തത് അമേരിക്കയാണ്. അത് ആ അമേരിക്കയെ തന്നെ അയാൾ അടിച്ചിട്ടു. ഈ പൊളിറ്റിക്സ് ഒരു സ്പെഷ്യൽ ഡിനോമിനേഷനായി കമ്മ്യൂണിറ്റിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ജനാധിപത്യ സെക്യുലർ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കുന്ന അപകടകരമായ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ബോധ്യം. ഇത് കേവലമായ തിയററ്റിക്കൽ അസംഷനായിട്ട് ഞാൻ പറഞ്ഞതല്ല, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ചാൽ. താങ്ക് യു. ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ട് കേട്ടോ. പിന്നെ ഐസിസ് ഒക്കെ അമേരിക്കയുടേതാണെന്നൊക്കെ കൊണ്ടുപോയി ഇടുന്നുണ്ടല്ലോ. ഫാസില, മതം വിശ്വസിക്കുന്നവരുടെ ഇടയിൽ തന്നെ മതം പഠിപ്പിക്കാനാണ് തീരുമാനം. എന്തേ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ അങ്ങ് ചെയ്തു വെച്ചല്ലേ. ഞാൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണോ, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണോ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. നിന്നോട് ഇവിടേക്ക് വലിഞ്ഞു കയറി വരാൻ ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാം അനുസരിച്ചിട്ട് എന്റെ വീഡിയോ കാണുന്നത് പോലും ഹറാമല്ലേ? പിന്നെന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? ആരെങ്കിലും പറഞ്ഞോ? വല്ലാതെ പൊള്ളുന്നുണ്ടല്ലേ, വല്ലാതെ വെകിളി പിടിക്കുന്നുണ്ടല്ലേ ഫാസില. മോളെ വേഗം ചെല്ല്, കലപ്പയും കുറിപ്പിച്ച് ഇപ്പൊ കാക്ക വരും കൃഷി ചെയ്യാൻ. ഇരിക്കണോ, നിക്കണോ, കിടക്കണോ, ചരിഞ്ഞ് കിടക്കണോ എന്നൊക്കെ കാക്ക തീരുമാനിക്കും. മോൾ അതിന് പാകപ്പെട്ടാൽ മാത്രം മതി. ഭൂമിയാണല്ലോ, കൃഷിയിടമാണ്. വേഗം പോയി റെഡിയാക്കി അവിടെ പോയി നിന്നു വെച്ചല്ലേ. കാക്ക ഇപ്പൊ വരും കൃഷി ചെയ്യാൻ. അതുകൊണ്ട് താത്ത കൃഷിയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഇവിടെ. അല്ലാതെ മാനവികതയിലേക്ക് ഊന്നിയ ചിന്തകൾക്ക് വേണ്ടി, ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ വേണ്ടി ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ക്യാൻസർ ആണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് ഈ നാട്ടിൽ. എന്നെ